ഭാരതീയ ജനതാ പാർട്ടി ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയാണ് എന്നുള്ള ഒരു ആക്ഷേപം എപ്പോഴും നമുക്കെതിരെ ഉയരുന്നതാണ്. അല്ല, ഇത് എല്ലാവരുടെയും പാർട്ടിയാണ്. കേരളത്തിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ 30 ജില്ലാ പ്രസിഡന്റുമാരിൽ 3 ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് സാധിക്കും. ഏതെങ്കിലും 3 ജില്ലാ കമ്മിറ്റികളല്ല. ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ സുരേഷ് ഗോപിജി, നമ്മുടെ കേന്ദ്രമന്ത്രി. അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിച്ച ലീഡ് ചെയ്ത 6 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളും ഉള്ള ജില്ലാ കമ്മിറ്റിയാണ് ഞങ്ങൾ ക്രൈസ്തവ സമുദായ തൃശൂർ ആ 4 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലാ കമ്മിറ്റിയാണ് ഒരു ക്രൈസ്തവ നേതാവിനെ നയിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ മാത്രമല്ല, കോട്ടയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ, ഇടുക്കി ജില്ലയിൽ BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ 3 ക്രിസ്ത്യൻ ജില്ലാ പ്രസിഡന്റുമാരെ ഇത്തവണ നിയമിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും, എല്ലാ ക്ലാസുകളിലുള്ള ജനങ്ങളെയും, എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യമായിട്ടുള്ള വിവേചനത്തിന് വിധേയമായിട്ടുള്ള ജനവിഭാഗങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സംസ്ഥാനത്തും മണ്ഡലങ്ങളിലും ബൂത്തുകളിലും നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ സഹായകമായിട്ടുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 3 മുന്നണികളുള്ള സംസ്ഥാനമാണ് കേരളം. മറ്റ് പല സംസ്ഥാനങ്ങളും 2 മുന്നണികളോ 2 പാർട്ടികളോ മത്സരിക്കുന്ന സ്ഥലമാണ്. 3 മുന്നണികൾ ഓടുമ്പോൾ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണിയെ നയിക്കുക അല്ലെങ്കിൽ ഒരു പാർട്ടിയെ നയിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. കാരണം ഇവിടെ കൈ നനയാതെ മീൻ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷമാണ് ഇരിക്കുന്നത്. ഏത് വിഷയത്തിലും സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങളുമായി ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രയോജനം പ്രതിപക്ഷത്തിനാണ് പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത്. നാം അധ്വാനിക്കുന്നതിന്റെ ഫലം കാലാകാലങ്ങളിൽ UDF കൊയ്തെടുക്കുകയാണ്. പക്ഷെ നാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിശ്ചയിച്ചു, LDFനെ ആശയപരമായി നേരിടുമ്പോഴും സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടുമ്പോഴും അതിന്റെ ഒരു ആനുകൂല്യവും UDFന് ലഭിക്കാൻ പാടില്ല എന്നുള്ള വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് നാം കേരളത്തിൽ മുമ്പോട്ട് പോയത്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിസ്ഥാനപരമായി വളരാനുള്ള വഴിയൊരുക്കിയത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, തദ്ദേശ സ്ഥാപനങ്ങളിൽ പലതരത്തിലും UDF BJP മെമ്പർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴെല്ലാം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് ഒരു പഞ്ചായത്തിൽ പോലും UDFുമായിട്ടോ LDFുമായിട്ടോ സഹകരിക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിലപാട് പാർട്ടി എടുക്കുകയും 50-ൽ പരം മെമ്പർമാരെ ദുഃഖത്തോടു കൂടിയാണെങ്കിലും അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒരു തരത്തിലും UDFും LDFുമായിട്ട് നീക്കുപോക്കില്ലാതെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയുടെ ദശാബ്ദമാണ്. ഇനി വരുന്ന ദശാബ്ദം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളം ഭരിക്കാനുള്ള ദശാബ്ദമാണ്. ആ ദശാബ്ദത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാഗ്യം ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അതിന് വിജയത്തിന്റെ പാതയിലേക്ക്, വിജയപഥത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി. സംസ്ഥാന അധ്യക്ഷൻ, അതായത് ഇപ്പോൾ ഒഴിഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അവിടെ ഈ BJP യോഗത്തിൽ പങ്കെടുത്തവരെയും മാധ്യമപ്രവർത്തകരെയും മൊത്തത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു.